ഹലോ, അസ്സലാമു അലൈക്കും. സുജായി ഷിയാബ്. നമ്മുടെ താവളക്കുളം, വെളിയംകൂടി താവളക്കുളം സ്കൂളിൻ്റെ ഒരു ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് കേട്ടോ. ചെറിയ മക്കള് പഠിക്കണ സ്കൂളാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വശം ഒന്ന് കണ്ടു നോക്ക്. ഫുള്ള് ചളി. ഈ ചളി ചവിട്ടിയിട്ടാണ് ഈ കുട്ടികൾ മറ്റേ സ്കൂളിലേക്ക് പോണതും വരണതും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടിക്കാണ് ഞാൻ. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ നോക്കണം. ഫുള്ള് ചളിയാണ്. കൊതുകൊക്കെ മുട്ടിട്ട് പെരുകി മറ്റേ മഞ്ഞപ്പിത്തൊക്കെ വരുന്ന ഈ സമയത്ത് ഈ റോഡൊന്നും തൂർക്കാതെ ഇവിടുത്തെ ഒരു അവസ്ഥനെ കുറിച്ചൊന്ന് പഠിക്കണം. ഇവിടുത്തെ ജനങ്ങളൊന്നും പഠിക്കണം. ഇവിടുത്തെ വേണ്ട വേസ്റ്റ് ഇട്ട കിണറുകളും എല്ലാണ്ട് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഈ താവളക്കുളം സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഈ ചളിവെള്ളം കെട്ടിക്കുന്നത്. കണ്ടില്ലേ? ഈ പൈതമക്കൾ മറ്റേ ഇതിൽ കൂടെയാണ് വരുന്നത്, ഈ സ്കൂളിലേക്കാണ് വരുന്നത്. ഈ ചളി ചവിട്ടിയിട്ടാണ് കയറുന്നത്. നമ്മളെ ഈ റോഡിൻ്റെ അവസ്ഥനെ കുറിച്ചിട്ടൊന്ന് പറയും. ഈ താവളക്കുളം സ്കൂളിൻ്റെ റോഡിനെ കുറിച്ചിട്ട്. ഇവിടെ റോഡ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായി ഈ റോഡ് ഇങ്ങനെ കിടക്കണേ. ഒരു 3-4 വർഷമായി ഈ റോഡ്, 3 വർഷത്തോളമായി ഇങ്ങനെ കുന്നും കുഴിയായിട്ട്. ഈ വെള്ളം നിൽക്കുന്നതിലൊക്കെ വലിയ വലിയ കുഴികളാണ്. നമ്മള് ഞാൻ ഈ സ്കൂളിലെ പീറ്റയിലെ അങ്ങനെ ഇവിടെ സ്കൂളിലേക്ക് കുട്ടികൾ യൂണിഫോമൊക്കെ മാറ്റി വരുമ്പോൾ ഈ വാഹനങ്ങൾ പോകുമ്പോൾ ഈ കുട്ടികളുടെ മേത്തേക്ക് വെള്ളം തെറിക്കുകയാണ്. ഈ വെള്ളം നിന്നിട്ട് വലിയ വലിയ കുഴികളാണ്. നമ്മളെ കണ്ണൂരിൽ നമ്മളൊരു വാർഡ് മെമ്പറോട് പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ഒരു വാല്യൂം കൽപ്പിച്ചില്ല. അവർ നമ്മളെ പീറ്റയെ എന്ന നിലയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പൊതുജനം എന്ന ലെവലിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്നേ വരെ അതിനൊരു വിലയും കൽപ്പിച്ചില്ല. ഇപ്പോൾ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വെള്ളം നിൽക്കുന്ന വെള്ളക്കെട്ടിലൊക്കെ ഓരോ കുഴികളാണ്, വലിയ വലിയ കുഴികളാണ്. നമ്മളിതിൽ ബോളർ ഇട്ടിട്ട് ധരിപ്പിക്കാൻ പറഞ്ഞു. അവരത് ഒരു ചുക്കും ചെയ്തില്ല. ലാസ്റ്റ് ഇപ്പോൾ ഒരു പ്രതിഷേധം, പഞ്ചായത്തിൻ്റെ മണ്ണ് അവർക്ക് മെമ്പർമാർക്ക് വേണ്ടപ്പെട്ടവർക്ക് അടിക്കുമ്പോൾ നമ്മൾ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നിർദ്ദേശത്തിൻ്റെ കാരണം ഞങ്ങൾ പിന്നെ ആ തരത്തിൽ ഒഴിവാക്കി. എന്നിട്ട് ഒരു മണ്ണടിച്ച് ഈ റോഡിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ നിൽക്കൂറ്റാന്നാണ് പറഞ്ഞത്. പക്ഷേ ആ മണ്ണ് കൊണ്ടുപോയത് ഇട്ടതും വേറെ റോഡുകളിലാണ്. അപ്പോൾ അവിടെ നിൽക്കുമോ എന്ന് ഞാൻ ചോദ്യം ചോദിച്ചു. വാർഡ് മെമ്പറോട് ഈ പരാതി പറഞ്ഞപ്പോൾ പിന്നെ ഭീഷണിപ്പെടുത്താൻ ആരാണ് എനിക്ക് പിന്നെ ഭീഷണിപ്പെടുത്താം. അപ്പം ഞാൻ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തല്ല. ഈ സമയത്ത് കുതിര കാരണം ഞാൻ പൊതുവായ കാര്യം പറയാം. ഞാനിപ്പോൾ വാർഡ് മെമ്പറുമായിട്ട് യാതൊരു വൈരാഗ്യമില്ല. നമ്മളൊരു പൊതുപ്രവർത്തക ഈ വാർഡിൻ്റെ മെമ്പറായ കാരണമാണ് നമ്മളെ പരാതി അവരോട് പറഞ്ഞത്. അപ്പോൾ ആ സ്പിരിറ്റിലെടുക്കാണ്ട് അവർ വ്യക്തിപരമായിട്ടുള്ള ഇതിലാണ് പറഞ്ഞത്. നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ആരോടും ഒരു വൈരാഗ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കേസാണ് ഈ സ്കൂളിൽ. ഒരു പൊതുവിദ്യാലയമല്ലേ, തീർച്ചയായും കുരുന്നുകളാണ് പഠിക്കുന്നത് ഇവിടെ. അതെന്തെങ്കിലും അപകടം ഇപ്പോൾ ഈ വണ്ടി വരുമ്പോൾ കുട്ടികൾ ഒന്ന് വെട്ടിച്ചാൽ മതി. ഈ കുഴി കണ്ടിട്ട് ആ വണ്ടി വെട്ടിച്ചാൽ കുട്ടികളെ വെട്ടി എന്തെങ്കിലും അപകടം പറ്റിയതിൻ്റെ ശേഷം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഇതിൻ്റെ മേലെ ഈ മരത്തിൻ്റെ അടുത്ത് വലിയൊരു ഉണങ്ങിയ മരം ഉണ്ടായിരുന്നു. ഇതേപോലെ നമ്മൾ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഗ്രാമസഭ വിളിച്ചപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്നൊക്കെ പിറ്റേ ദിവസം അവർ മുറിച്ചത്. ഇത് അതേമാതിരി എടുക്കുക. ഇത് ആരെങ്കിലും എന്തെങ്കിലും അപകടം വന്നിട്ട് ഇനി ആരെങ്കിലും മരിക്കുക, കയ്യും കാലും ഒടിയുക എന്ന നിലയിലാണ് അപ്പോൾ ഈ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുക. അതിലേക്ക് മുന്നേ ഈ ജനങ്ങൾ ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ മുന്നേ, അപ്പോൾ ഈ ജനങ്ങൾ ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ മുന്നേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ ജനം എന്നുള്ള ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു 3-4 കിണറുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ രീതിയിൽ. അതിലൊക്കെ വേസ്റ്റ് മാലിന്യങ്ങളാണ് കൊണ്ടെത്തുന്നത്. അതിൽ കൊതുക് പെറ്റ് വരിക എന്നല്ലാണ്ട് മുട്ടിട്ട് വിരിയുക എന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല. ഇത് അതിൻ്റെ മേലെ കമ്പി അടിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലടിച്ചിട്ട് അത് തുരുമ്പിടിച്ച് നിൽക്കുന്നത്. ഈ കിണറിന് ഒരു ശാശ്വത പരിഹാരം കാണും. ഇതിനൊക്കെ മൂടുക, എല്ലാം തുറന്ന് നല്ല കുടിവെള്ളം എത്തിക്കാനുള്ള, കുടിവെള്ളം കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ശാശ്വത പരിഹാരം കാണും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാം. ഇവിടെ അതുവരെ ആ സ്കൂളിൻ്റെ ചുറ്റളവ് ഇത് റോഡ് താന്നെടുക്കുക. ഈ റോഡൊന്ന് ഈ കോറി വേസ്റ്റ് അടിച്ചിട്ട് പൊന്തിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ചെയ്യണം. അതിൻ്റെ ശേഷം ഇവർക്ക് കാശ് കിട്ടുന്ന ഓരോ മേഖലകൾ ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ആ റോഡ് അവരെ വേണ്ടപ്പെട്ടവർക്ക് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പൊതു വിദ്യാലയത്തിന്റെ മുന്നിലുള്ള അത് അവർക്ക് ഒരു ഇവരെ കണ്ണിൽ കാണില്ല. ഇതിപ്പോ എത്ര കൊല്ലം ഇങ്ങനെ എടുക്കൽ തുടങ്ങിയിട്ട്? ഒരു 3 വർഷത്തോളം ഇത്ര കുണ്ടും മുഴിയൊക്കെ ആയിട്ട് എടുക്കൽ തുടങ്ങിയിട്ട്. 3 വർഷത്തോളം അല്ലേ? എന്നിട്ട് അതിനൊരു തിരിഞ്ഞ് നോക്കണില്ലാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു ആൾ ആ ബൈക്ക് വന്ന് തെറിച്ചു വീണ, കുഴിയിൽ വീണിട്ട് തെറിച്ചു വീണു. ഒരു സ്ത്രീ ഒരു ബൈക്ക് വന്ന് സ്കൂട്ടി നിന്ന് കാല് കുത്തിയ കാരണം ആ സ്ത്രീ വണ്ടി മാത്രം വീണുള്ളൂ. എന്റെ കണ്ണുമുന്നിലാണ് കണ്ടത്. അപ്പൊ ഞാൻ കണ്ടത് അത്ര, ഞാൻ കാണാത്ത എത്ര ഉണ്ടാവും. അതേമാതിരി ഓരോരുത്തരും കാണുന്നുണ്ടാവും. ജനങ്ങൾ പ്രതികരിക്കണം, ജനങ്ങൾ പ്രതിഷേധം അറിയിക്കണം അധികാരികളെ. എന്നിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം
കാണണം. ഇവിടെ ഇതൊരു പൊതുവിദ്യാലയമാണ്. അവിടെ വരുന്ന കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാണ്, പക്കത്തുള്ള കുട്ടികളല്ല. ഇവിടെ 4ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ ആ എത്ര ഉണ്ടാവും എളുപ്പമുള്ള കുട്ടികൾക്ക് അറിയോ ഇത് വണ്ടി ഇങ്ങനെ എടുക്കും, വണ്ടി വെട്ടിക്കുമെന്നൊന്നും അവർക്കറിയില്ല. ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനങ്ങൾ വെട്ടിച്ചിട്ടും തിരിച്ചിട്ടും പോകുമ്പോൾ ഈ കുട്ടികളുടെ മേത്താവും തട്ടുക. അപ്പോൾ അപകടം വരാണ്ട് ആദ്യം നോക്കുക. അധികാരികൾ കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ 2ാം വാർഡിലെ മെമ്പർ 2ാം വാർഡിനകത്താണ്, വെളിയങ്കോട് പഞ്ചായത്തില് 2ാം വാർഡിനകത്താണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണല് കയറ്റിപ്പോയി. ഇവിടെ ഈ വേസ്റ്റ് മണല് വെച്ചെങ്കിൽ കുറച്ച് കല്ലും കട്ടൊക്കെ വെച്ച റോട്ടിൽ ഇട്ടാൻ നിൽക്കും. നല്ല മണല് കാര്യമില്ല, അവര് കണ്ടമാനം കൊണ്ട് അടിച്ചു. ഞങ്ങളെ വാർഡിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ അടിക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ചെയ്തിട്ട് അടിച്ചോട്ടെ, അടിച്ചോട്ടെ. ജനങ്ങൾക്ക് എല്ലാവർക്കും, നമ്മളെ കുട്ടികൾ, ഒരു ചെറിയ വളർന്നു വരുന്ന തലമുറ, അവർ ഒരെണ്ണത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. നമ്മൾ സങ്കടം ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപകടം വരാണ്ടിരിക്കാനല്ലോ നോക്കേണ്ടത്. നമ്മൾ നിരന്തരം ഉന്നയിക്കുന്നതാണ് ഈ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും. ഒരു ചുക്ക് വില കൽപ്പിക്കുന്നില്ല. ഇപ്പൊ ജനങ്ങൾ, എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ പ്രതിഷേധം അറിയിക്കണം. തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിഷേധിക്കണം. തക്കതായ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വെളിയങ്കോട് താവളക്കുളം സ്കൂള്. ചെറിയ കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളാണ്. കണ്ടില്ലേ, ഈ സ്കൂളിലെ കുട്ടികളാണ് ഈ ചെളിവെള്ളം ചവിട്ടിയിട്ട് ഈ സ്കൂളിലേക്ക് പോണതും വരുന്നതൊക്കെ. അവരെ രക്ഷിതാക്കൾ തന്നെയാണ് അവസ്ഥ. രക്ഷിതാക്കൾ ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട് തന്നെയാണ് പോണതൊക്കെ. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ, മുൻ വാർഡ് മെമ്പർ എല്ലാവരും കൂടിയിട്ടൊന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടൊന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കണം. കണ്ടില്ല എന്ന് അടിക്കരുത്.